നമസ്കാരം. സമയം മലയാളത്തിലേക്ക് സ്വാഗതം. 2026 T20 ലോകകപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി കലാശ പോരാട്ടം മാത്രമാണ് ലോകകപ്പിൽ അവശേഷിക്കുന്നത്. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ഫൈനൽ മത്സരം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. ഫൈനലിന് മുമ്പ് T20 ലോകകപ്പിലെ താരത്തെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് ICC ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് സഞ്ജു സാംസൺ മാത്രമാണ് വോട്ടെടുപ്പിനായി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് അഭിമാനകരമായ നിമിഷം തന്നെയാണിത്. ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ നടക്കുമ്പോൾ ടീമിലില്ലാതിരുന്ന സഞ്ജു നിർണായകമായ മത്സരങ്ങളിൽ മികവിലേക്ക് ഉയർന്ന് ലോകകപ്പിലെ തന്നെ താരമാകാൻ പോകുന്നവരുടെ പട്ടികയിൽ ഇടം കണ്ടെത്തിയിരിക്കുകയാണ്. ഈ ലോകകപ്പിൽ 4 മത്സരങ്ങൾ മാത്രം കളിച്ച സഞ്ജുവിന്റെ ഹീറോയിസം തന്നെയാണിത്. മലയാളികളൊന്ന് ആഞ്ഞു പിടിച്ചാൽ സഞ്ജുവിനെ വോട്ടെടുപ്പിൽ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കും. ലോകകപ്പിലെ താരമായി തെരഞ്ഞെടുക്കപ്പെടാൻ മറ്റു മാനദണ്ഡങ്ങൾ ICCക്കുണ്ടെങ്കിലും വോട്ടെടുപ്പ് ഒരു നിർണായക ഘടകമായി മാറും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരം മാത്രം കളിച്ച സഞ്ജു സാംസൺ സിംബാബ്വെക്കെതിരെ നടന്ന സൂപ്പർ 8 മത്സരത്തിലൂടെയാണ് ടീമിലേക്ക് തിരിച്ചെത്തിയത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ നടന്ന നിർണായകമായ സൂപ്പർ 8 മത്സരത്തിൽ 97 റൺസ് അടിച്ചുകൂട്ടി സഞ്ജു കളിയിലെ താരമായി. ഇംഗ്ലണ്ടിനെതിരെ നടന്ന സെമിയിലും അർദ്ധ സെഞ്ചുറി നേടി തുടർച്ചയായി 2 മത്സരങ്ങളിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സഞ്ജു സ്വന്തമാക്കി. 4 മത്സരങ്ങളിൽ നിന്ന് 77.33 ശരാശരിയിലും 201.3 സ്ട്രൈക്ക് റേറ്റിലുമായി 232 റൺസാണ് സഞ്ജു സ്വന്തമാക്കിയിരിക്കുന്നത്. ലോകകപ്പിലെ താരമാകാൻ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റു താരങ്ങൾ ആരൊക്കെയാണെന്നും നമുക്ക് നോക്കാം. 8 മത്സരങ്ങളിൽ നിന്ന് 226 റൺസും 9 വിക്കറ്റുകളും സ്വന്തമാക്കി ഓൾറൗണ്ട് മികവുമായി ഇംഗ്ലണ്ട് താരം വിൽ ജാക്സ് ഈ പട്ടികയിലുണ്ട്. 176.56 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിലാണ് വിൽ ജാക്സ് കളിക്കുന്നത്. 6 മത്സരങ്ങളിൽ നിന്ന് 383 റൺസ് നേടി റൺവേട്ടയിൽ ഒന്നാമതുള്ള പാക് താരം സാഹിബ്സാദ ഫർഹാനാണ് പട്ടികയിലുള്ള 3ാമത്തെ താരം. 76.6 ശരാശരിയിലും 160.25 സ്ട്രൈക്ക് റേറ്റിലുമാണ് ഫർഹാൻ ലോകകപ്പിൽ ബാറ്റ് വീശിയത്. 7 മത്സരങ്ങളിൽ നിന്ന് 7.19 ഇക്കണോമിയിൽ 12 വിക്കറ്റുകൾ വീഴ്ത്തിയ ദക്ഷിണാഫ്രിക്കൻ താരം ലുങ്കി എങ്കിഡിയാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ട 4ാമത്തെ താരം. ദക്ഷിണാഫ്രിക്കയെ സെമിയിലെത്തിക്കുന്നതിൽ നിർണായക പങ്കാണ് എങ്കിഡി വഹിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള മറ്റൊരു താരം ഐഡൻ മർക്രത്തിനും നോമിനേഷൻ ലഭിച്ചിട്ടുണ്ട്. 8 മത്സരങ്ങളിൽ നിന്ന് 286 റൺസ് നേടിയ ബാറ്റിംഗ് മികവാണ് മർക്രത്തെ ഈ പട്ടികയിലെത്തിച്ചത്. 1 വിക്കറ്റും താരം സ്വന്തമാക്കിയിട്ടുണ്ട്. T20 ലോകകപ്പ് ഫൈനലിലെത്തിയ ന്യൂസിലാൻഡ് ടീമിൽ നിന്ന് ഓൾറൗണ്ട് മികവുമായി രചിൻ രവീന്ദ്രയും മികച്ച താരമാകാൻ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 8 മത്സരങ്ങളിൽ നിന്ന് 11 വിക്കറ്റുകളും 128 റൺസുമാണ് രചിൻ രവീന്ദ്രയുടെ സമ്പാദ്യം. മിന്നുന്ന ബൗളിംഗ് പ്രകടനം നടത്തിയ US താരം ഷാഡ്ലി വാൻ ഷാൽക്വിക്കും മികച്ച താരമാകാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിലുണ്ട്. 4 മത്സരങ്ങളിൽ നിന്ന് 6.8 ഇക്കണോമിയിൽ 13 വിക്കറ്റുകളാണ് ഷാഡ്ലി വീഴ്ത്തിയത്. മിന്നുന്ന ബാറ്റിംഗ് പ്രകടനം നടത്തിയ ന്യൂസിലാൻഡ് താരം ടിം സീഫർട്ടും മികച്ച താരമാകാൻ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 8 മത്സരങ്ങളിൽ നിന്ന് 274 റൺസാണ് സീഫർട്ടിന്റെ സമ്പാദ്യം. ചുരുക്കത്തിൽ ഫൈനൽ കളിക്കുന്ന ഇന്ത്യ ന്യൂസിലാൻഡ് ടീമുകളിൽ നിന്ന് 3 പേരാണ് പ്ലെയർ ഓഫ് ദി T20 വേൾഡ് കപ്പ് ആകാൻ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സഞ്ജു സാംസൺ, രചിൻ രവീന്ദ്ര, ടിം സീഫർട്ട്. ഇവരിൽ ആരെങ്കിലും ഒരാൾ ഫൈനലിൽ കൂടി മിന്നിച്ചാൽ ലോകകപ്പിലെ താരമായി മാറാൻ സാധ്യത ഏറെ കൂടുതലാണ്. ഇന്ത്യൻ ടീമിനായി എല്ലാ മത്സരങ്ങളിലും കളിക്കാൻ കഴിയാതിരുന്നിട്ട് പോലും സഞ്ജു സാംസൺ നോമിനേറ്റ് ചെയ്യപ്പെട്ടത് മലയാളി ആരാധകരെ ആവേശത്തിലാഴ്ത്തിയിട്ടുണ്ട്. ആരാധകരിൽ പലരും ഇതിനകം തന്നെ സഞ്ജുവിന് വോട്ട് നൽകി കഴിഞ്ഞു. ഇനിയുള്ള 2 ദിവസങ്ങൾ സഞ്ജുവിന് വേണ്ടി വോട്ട് ചെയ്യാനുള്ള അവസരമാണ്. മലയാളികൾ സഞ്ജുവിന് വേണ്ടി ആഞ്ഞു പിടിക്കുമെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഫൈനലിലും മിന്നിച്ച് സഞ്ജു ലോകകപ്പിലെ താരമായി മാറുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.